Wash Malayali Veetamma presented by Chunga Jewellery, co-branded by Sera. മലയാളി വീട്ടമ്മയുടെ ഈ മൂന്നാം ഘട്ടത്തിന്റെ മത്സരവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളി വീട്ടമ്മയുടെ ഈ ഒരു പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു റൗണ്ടിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത്. അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൗണ്ടാണ് അമ്മ മനസ്സ്. അപ്പോൾ ആ ഒരു റൗണ്ടിലേക്ക് ഇനി വേദിയിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് സനമാണ്. അപ്പോൾ റെഡിയാണോ? റെഡിയാണ്. നമ്മൾ ഒരുപാട് പ്രശസ്തരായ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രിബ്യൂട്ടുകൾ ചെയ്യാറുണ്ട്, അതിനുവേണ്ടി വലിയ ഒരുപാട് എഫേർട്ടുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്വന്തം അമ്മമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ സനത്തിന് ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റി എന്നാണ് ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. എനിക്കെൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അതിശയമാണ് എല്ലാ കാര്യത്തിലും. കാരണം എല്ലാം ചെയ്യണതിലൊരു പുതുമയാണ് അമ്മച്ചിയുടെ കാര്യത്തിൽ. അപ്പോൾ ചെറുപ്പം തൊട്ട് അമ്മച്ചി പറഞ്ഞ കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ കുറുമ്പുകളും ഇതൊക്കെ കേട്ട് കേട്ട് അമ്മച്ചി അത് സഹിച്ച കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തമാശയാണ്. ഞങ്ങൾ ഞാനൊരു 7th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അങ്കിളുടെ കല്യാണം, ഞങ്ങൾ വയനാട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അങ്കിളുടെ കല്യാണത്തിന് ഞങ്ങൾ തൃശ്ശൂർ വന്ന് അന്ന് നൈറ്റ് തന്നെ അപ്പച്ചന് പിറ്റേ ദിവസം മോർണിംഗ് അപ്പച്ചന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അന്ന് നൈറ്റ് തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഇവിടുന്ന് ഒരു 5 മണിയായപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചിട്ട് വയനാട്ടിലെത്തണം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ചുരത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് വളരെ വലിയൊരു ആക്സിഡൻറ്റ് തന്നെയാണ്. ജീപ്പ് മറ്റേ കൊക്കയിലേക്ക് വീണു. ഞാനും അമ്മച്ചിയും ചേച്ചിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വീണത്. ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിലത്ത് വീഴാൻ ഞങ്ങൾക്കറിഞ്ഞു. ഒരു ഉറക്കത്തിലെ പെട്ട് കഴിഞ്ഞപ്പോൾ മൂത്ത മോളെ എൻ്റെ കയ്യിൽ കിട്ടി. രണ്ടാമത്തെ മോളെ എനിക്ക് കിട്ടിയില്ല. ഉണ്ണി എവിടെയാ? ഭയങ്കര ഇരുട്ടാണ്. ഒരു അടിയിലേക്കല്ലേ പോയിക്കണേ, ഭയങ്കര 30 അടി താഴ്ചയുണ്ട്. അവിടേക്കാണ് പോയിക്കണേ. ഉണ്ണി എവിടെയാന്ന് പറഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് അമ്മച്ചീന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എനിക്കാണെങ്കിൽ പവർ കട്ട് ഉള്ള ആ സമയം പോലും, ആ ഇരുട്ട് പോലും എനിക്ക് പേടി ഇപ്പോഴും. അമ്മച്ചി ചെന്ന് വീണത് ഒരു പാറയുടെ മുകളിലാണ്. അപ്പോൾ അമ്മച്ചിക്ക് യൂട്രസിന് ചെറിയൊരു പ്രോബ്ലം വന്ന് ആ വീഴ്ചയിൽ തന്നെ ഭയങ്കര ബ്ലീഡിങ്ങും അതൊക്കെയായി. അപ്പോൾ അപ്പച്ചനെ ആ റോഡിൽ പോകുന്ന ആൾക്കാരെ കുറേ പേരെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പച്ചനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിലേക്ക് ഇറക്കി. അപ്പോൾ അവർക്കറിയില്ല എത്ര പേര് വീണിട്ടുണ്ടോ, എത്ര ആൾക്കാരുണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. ഞങ്ങളെ രണ്ടാളേനെ അകത്ത് ഒരു കസേരയിൽ ഇരുത്തിയിട്ടാണ് കയറ്റണത്. അവർ ആദ്യം നോക്കിയപ്പോൾ അമ്മച്ചീനെയും ചേച്ചീനെയും കണ്ടത്. അവർ അമ്മച്ചീനെയും ചേച്ചീനെയും പിക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയപ്പോൾ അമ്മച്ചിക്ക് പകുതി ഓർമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 4-5 ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പച്ചനും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അമ്മച്ചി കിടന്ന് ഓളിയിടുന്നുണ്ട്. എനിക്കൊരു മോളും കൂടി ഉണ്ട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഓളിയിടുന്നുണ്ട്. അപ്പോൾ ചെറിയ മോളേനെ അവർക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ചെറിയ മോളുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല ഉണ്ണി എന്തോ വെള്ളത്തിൽ പെട്ടിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ അതില്ലാണ്ട് ഞാൻ പോവില്ല, എൻ്റെ മോള് എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി സമ്മതിച്ചില്ലേ. അമ്മച്ചിയുടെ അരയ്ക്ക് താഴെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കാലിൻ്റെയൊക്കെ ബോണിന് എന്തൊക്കെയോ ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ മക്കളെ സേവ് ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് അമ്മച്ചി എങ്ങനെയാണ് എണീറ്റ് വന്നതെന്നോ അതിനുശേഷം അവരെ കൊണ്ട് താഴേക്ക് ഇറക്കിച്ചു. അവർ ഒരു ഹെഡ്ലൈറ്റ് എവിടെ നിന്നോ കൊണ്ടുവന്ന് നോക്കി. ഏറ്റവും അടിയിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. അവിടെ നിന്ന് തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരലും എന്താ പറയുക, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാണുന്നുണ്ട് ഇതെല്ലാം. കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ വേദനകൾ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ താഴ്ചയെന്നല്ലേ വന്ന് വീണത്. അതിൽ എനിക്ക് നട്ടിലിന് ചെറിയൊരു ഇത് വീണു. പിന്നെ യൂട്രസിന് അനക്കം തട്ടി. അപ്പോൾ കുത്തനെ വീണായിരുന്നു. ഒരു അനക്കം വന്നു. അവിടെ നോക്കുമ്പോൾ നിറച്ച് ബ്ലഡാണ്. ഞാൻ മുങ്ങി കിടക്കും. പക്ഷേ ഈ കുട്ടികളില്ലാത്തതിൻ്റെ ആയ കാരണം എനിക്ക് എൻ്റെ വേദന ഞാൻ അറിഞ്ഞില്ല.
അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ചെറിയ മോൾക്ക് 9 സ്റ്റിച്ചിട്ടു തലയിൽ. പിന്നെ മറ്റേ കുട്ടിക്ക് അങ്ങനെ സ്റ്റിച്ചിൻ്റെ ആവശ്യം വന്നില്ല, മരുന്നൊക്കെ പറ്റി നിറച്ച് മുറിഞ്ഞു പോവുക ചെയ്തേ. എനിക്ക് ഡോക്ടർ കുറച്ച് ദിവസം കിടക്കണം എന്ന് പറഞ്ഞു. ഹൈ BP ആയി, പേടിച്ചിട്ടും പിന്നെ വീണ അതിലും. അവിടെ നിന്ന് ഒരാൺകുട്ടീനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. 36ാമത്തെ വയസ്സിൽ യൂട്രസും കളഞ്ഞു. എൻ്റെ കുട്ടികൾക്ക് ഒരാൺകുട്ടീനെ കൊടുത്തു. അതിൽ ദൈവം എനിക്കതാവുന്നു നേക്കണേ. എനിക്കില്ലെങ്കിൽ അവർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവർ എന്നെക്കൊണ്ട് ഒരു കവറ് പോലും എടുപ്പിക്കില്ല. ചിലപ്പോൾ വെള്ളം നനയ്ക്കാനോ എന്തിനും ബക്കറ്റിൽ വെള്ളം അതിനുപോലും എന്നെ സമ്മതിക്കില്ല. അത് കുട്ടികളും സമ്മതിക്കില്ല, അവരുടെ അപ്പച്ചനും സമ്മതിക്കില്ല. കാരണം അന്ന് അമ്മച്ചി ആ വേദന സഹിച്ചത് ഞങ്ങൾക്കറിയാം. ഇന്ന് അമ്മച്ചീനെ കൊണ്ട് ഒരു ഭാരം എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പം എവിടെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും ഒരു സാരിയുടെ കവർ പിടിക്കണമെങ്കിൽ അത്ര വലിയ വെയിറ്റുള്ള സംഭവം ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല അമ്മച്ചിയുടെ കയ്യിൽ. അമ്മച്ചിയുടെ കയ്യിൽ അമ്മച്ചിയുടെ ഹാൻഡ് ബാഗ് മാത്രം, അല്ലാണ്ട് അതിന് മുകളിൽ വേറൊരു സംഭവം ഞങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളുടെ മക്കളെയാണ് അമ്മച്ചി എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ കല്യാണ സമയം ഞങ്ങളെ അമ്മച്ചി നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ ചേച്ചി 18 വയസ്സിലാണ് കല്യാണം കഴിച്ചത്, ഞാൻ 19 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ എന്താ പറയുക, ഇതെന്താ അമ്മച്ചി ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കണുള്ളൂ, അപ്പോഴേക്കും കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശല്യം ചെയ്യല്ലേന്ന് കുറേ പറയും. അധികം ഞങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഓരോ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും പോയി കുട്ടികളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അപ്പോൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തലേദിവസം അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് മനസ്സിലൊന്നും വിചാരിക്കരുത്, കാരണം ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടാണ് അമ്മച്ചി ഇത് ഇത്രയും നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇപ്പം ചേച്ചി കണ്ടല്ലേ, ഒരു ഭാവിയായി സുഖമായിട്ട് ജീവിക്കണു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മോനായാലും അത് തന്നെ ഉണ്ടാവാൻ പോകണുള്ളൂ. ഞാൻ ദുബായിക്കാർക്ക് തന്നെ കൊടുക്കാൻ കാരണം അവർ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് തന്നെയാവും. അതാണ് ഒന്നാമത്തെ കാരണം അവർക്ക് കൊടുക്കുക. അവർ കൊണ്ടുപോകാത്തതാണ് എനിക്കിഷ്ടം. എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് തന്നെയായില്ലേ. അപ്പോൾ എനിക്ക് ഇവർ തന്നെയാണ് ഞങ്ങൾ ഈ ലോകത്തിൽ, ഞങ്ങൾ അപ്പച്ചനും മക്കളും മാത്രമായിട്ട് ഇങ്ങനെ കഴിയണവരാ. എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അമ്മച്ചിക്ക് ഉള്ള ആഗ്രഹങ്ങളൊക്കെ അപ്പച്ചൻ ഒരുവിധമൊക്കെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്നൊരു ചെറിയൊരു കാര്യം, അത് അമ്മച്ചി ആഗ്രഹിക്കുന്നതാണ്, കുറച്ച് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അത് എൻ്റെ ഇത്രയും കാലം കൊണ്ട് ഞാൻ കേട്ട് എന്താ പറയുക തഴമ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റണം. അത് ചെയ്താൽ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് അമ്മച്ചിക്കൊരു വലിയൊരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറയുന്നത് അമ്മച്ചിയുടെ ഒരു 20 കൊല്ലം മുന്നുള്ളൊരു ഫ്രണ്ടാണ്. അവർ 20 കൊല്ലമായി കണ്ടിട്ട്. ഇതെൻ്റെ വീടാണ്. ഏറ്റവും കൊടുക്കാൻ പറ്റാവുന്ന, എന്നെക്കൊണ്ട് സാധിക്കാവുന്ന ഒരു സന്തോഷമാണിത്. അമ്മച്ചിക്ക് അറിയില്ല ഇങ്ങനൊരാൾ വരുമെന്ന്. ഞങ്ങൾ രണ്ടുപേരുടെ ഹസ്ബൻഡ് പോലീസായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത വീട്ടിൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുള്ള അങ്ങനത്തെ പരിചയം. പല പ്രാവശ്യം കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. എൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അപ്പച്ചനോടും അമ്മച്ചിനോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പച്ചൻ അമ്മച്ചിയുടെ മുമ്പിൽ രഹസ്യം സൂക്ഷിക്കാത്ത ഒരാളായതുകൊണ്ട് അത് വേഗം പൊട്ടിക്കും. ഇപ്പം ഞാൻ അവർ രണ്ടാളെയും ചാനലുകാർക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് ആക്കുകയാണ്. അത് കഴിഞ്ഞ് ആൻറ്റീനെ ഞാൻ പതുക്കെ വേറൊരു റൂമിലേക്ക് ആക്കും. അതിന് ശേഷം ബാക്കി നമുക്ക് കാണാം. അമ്മച്ചി പേടിക്കണ്ട പേടിക്കണ്ട, അവിടെ ഇരിക്ക്. അമ്മച്ചീനെയും അപ്പച്ചീനെയും ഇപ്പം ഞാൻ റൂമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൻറ്റീനെ കൊണ്ടുപോകണം. ആൻറ്റീനെ അവരറിയാതെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഇരുത്താനാണ്. എന്നിട്ട് ടെറസിൻ്റെ മുകളിലാക്കിയതിന് ശേഷം അമ്മച്ചീനെയും അപ്പച്ചീനെയും പുറത്തിറക്കുള്ളൂ. വയനാട്ടിലുണ്ടായിരുന്നല്ലോ, പിന്നെ വേറെ ഏതൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു മൊത്തം ട്രാൻസ്ഫർ ആയിട്ട്? മോളിയൻ്റെ ഇത് അമ്മച്ചി. അമ്മച്ചിക്ക് നല്ല എക്സ്പ്രഷൻ ഉണ്ടാവും. അവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ അമ്മയ്ക്കും? ആരാ ഉള്ള അമ്മച്ചിക്ക് ആരാ ഉള്ള അവിടെ വയനാട്ടിൽ? ആരാ സുഹൃത്ത്? വയനാട്ടിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഈ പോലീസുകാരുടെ ഭാര്യമാരെന്നൊക്കെ, ഒരാൾ ഒരു റോസമ്മ, പിന്നെ ഒരു മോളി, പിന്നെ ഓമന, കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെ കണ്ടിട്ട് എത്ര നാളായി? കുറച്ച് കാലമായി. ഞങ്ങൾക്ക് ഈ ആക്സിഡൻ്റ് സമയത്തൊക്കെ ആ മോളിയാണ് ഇവരെ കുളിപ്പിക്കുന്നതും അവരുടെ മക്കളും. മോളി നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ. ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും ഒരുമിച്ച് പോവാറ് വരാറ് എല്ലാം. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ പിന്നെ അധികം ബന്ധമില്ല. കാരണം ഫോണൊക്കെ പിന്നീടല്ല വന്നേക്കണേ. അമ്മച്ചി പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഫസ്റ്റ് പേരെന്നെ മോളേൻ്റെയാണ്. ഈ രണ്ട് കുട്ടികളെയും ഞങ്ങൾക്ക് വയ്യാണ്ട് കിടന്നപ്പോ മോളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നായിരുന്നു. ഒക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതാണ് സ്നേഹം. പണ്ടത്തെ കാലം തിരിച്ചു കിട്ടി ഞങ്ങൾക്ക്. ഇത് വലിയൊരു സർപ്രൈസ് തന്നെയാണ്. ഞങ്ങൾക്ക് സന്തോഷമായി. നിങ്ങളോട് നന്ദി, 100 നന്ദി. ഇത് ടാസ്ക്കായിട്ടാണ് എനിക്ക് ഇത് തന്നത്. പക്ഷെ അത് തുടങ്ങുമ്പോൾ തന്നെ അതെനിക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കും, ആൻറ്റീനെ എങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ ആൻറ്റീൻ്റെ മോളെ ഫേസ്ബുക്കിൽ നോക്കി കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്പർ എടുത്ത് അവരുടെ സ്കൂളിൽ വിളിച്ച്, ചേച്ചി ടീച്ചറാണ്, ആ ചേച്ചിയുടെ നമ്പർ എടുത്ത് അങ്ങനെയാണ് ഞാൻ ആൻറ്റീനെ കണ്ടുപിടിച്ചത്. മോളെന്ന നിലയിൽ ഞാൻ ചെയ്തത് സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അമ്മേ, ഇപ്പൊ ആൺമക്കളില്ലാത്തതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇനി എന്തിനാ അമ്മയ്ക്ക് ആൺമക്കള്? ഇതുപോലത്തെ ഒരു പെണ്ണു പോരെ. എങ്ങനെയുണ്ടായിരുന്നു മോള് എന്ന സർപ്രൈസ്? സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാല് ആ സർപ്രൈസ് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കരച്ചില് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ സർപ്രൈസ് എത്ര നല്ല സർപ്രൈസ് ആയിരുന്നുള്ളത് നമുക്ക് വലിയ തന്നെയായിരുന്നു. സനം, മോളിയാൻറ്റി ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കും കൂടെ കാണാൻ പറ്റുമോ മോളിയാൻറ്റി? സർപ്രൈസ് എല്ലായിടത്തേക്കും ആയിക്കോട്ടെ.
ഇതാണ് ഞങ്ങളുടെ മോളിയാൻറ്റി. ഇതാണ് അമ്മച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മോളിയാൻറ്റി. മോളിയാൻറ്റി നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നി ഇപ്പോ പെട്ടെന്ന് ക്യാമറയുടെ മുമ്പിലേക്കൊക്കെ വിളിച്ചപ്പോ? ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരി കുറെ ക്ഷീണിച്ചു പോയി, സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയി. ആന്റി അന്നത്തെ ആ സംഭവം ഓർക്കുന്നുണ്ടോ? ആക്സിഡന്റ് നടന്ന സംഭവം ഓർക്കുന്നുണ്ട്. അതെങ്ങനെയാ അറിഞ്ഞത്? ഹോസ്പിറ്റലായ പിന്നെ ആരെങ്കിലും വിളിച്ചറിയിച്ചതാണോ? അല്ല, സാറ് വന്ന് വിളിച്ചു. ഞങ്ങൾ രാത്രി ഇവരുടെ പപ്പ വന്ന് വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയായിരുന്നു 2-3 ദിവസം. പിന്നെ കുട്ടികളെ നോക്കലും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ അമ്മച്ചി ഒന്ന് കാണണം തോന്നിയിട്ടുണ്ട്? അതെ, പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തിന്റെ തിരക്ക് കാരണം അന്വേഷിക്കാനോ കണ്ടെത്താനോ ഒന്നും പറ്റാറില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരാൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് എത്ര പേർക്കാണ് സന്തോഷം കൊടുത്തത് അല്ലേ? അത് അമ്മച്ചിയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തായിരുന്നു. കാരണം അത് രണ്ടുപേരും ആ കണ്ട മൊമെന്റിലെ അവരുടെ കരച്ചിൽ മാത്രം മതിയായിരുന്നു അത് മനസ്സിലാവാൻ. ഇവരുടെ സ്നേഹം അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്ത പോലെ ആയിരുന്നു നമ്മുടെയും തിരക്കുകളുടെ ഇടയിൽ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത് മോളിയൻ്റെ തന്നെയാണ്. പിന്നെ വേറെ ആരുമില്ല. പിന്നെ ഒരാളും കൂടി ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ആളെ കിട്ടിയില്ല. അപ്പൊ ഈ ഒരു സൗഹൃദം ഒരുപാട് കാലം രണ്ടുപേരും തുടരാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഇന്ന് സനം അമ്മയെക്കുറിച്ചുള്ളൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് നമ്മളെ ശരിക്കും കാണിച്ചു തന്നപ്പോൾ അതിനകത്ത് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ആക്സിഡൻറ്റിൽ പെട്ട ഇൻസിഡൻറ്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഭർത്താവ് മുകളിലാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മനോധൈര്യം കൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് കുട്ടികളെ അന്വേഷിച്ചു, അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ കുട്ടിയെ കിട്ടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞത്. ഈ കുട്ടീനെ കിട്ടിയതായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെയും പഴുതിപ്പോയി. പിന്നെ ഒഴുക്കുണ്ടായിരുന്നു താഴെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടീനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കുട്ടി അധികം ദൂരം പോയിട്ടില്ല. അപ്പോഴേക്കും വണ്ടി വന്ന് അവർ പറഞ്ഞു ചേച്ചിയും മോളും കയറ്. പിന്നെ ഞങ്ങൾ മറ്റു കുട്ടിയെ ഞാൻ പോവില്ല, എന്നെ എന്ത് ചെയ്താലും ഞാൻ പോവില്ല. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ അപ്പോഴേക്കും എത്തി. ഭാഗ്യം അല്ലെങ്കിൽ നേരം എന്തുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടിയിൽ അവർ കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നാൽ കുട്ടീനെ കയറ്റുമ്പോൾ ഞാൻ പതുക്കെ ജീപ്പിൽ കയറാൻ നോക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് നടക്കേണ്ട കാര്യമല്ല ഞാൻ ആലോചിച്ച. കുട്ടികളെ കിട്ടിയില്ല. അവരെ കയറ്റി ഞാനും ജീപ്പിൽ കയറി ആശുപത്രിയെ കൊണ്ടുപോയി. എപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. ഒരുപക്ഷെ അന്ന് അമ്മ കാണിച്ച ആ ഒരു മനസാന്നിധ്യം കൊണ്ടാണ് സനത്തിനെ ആ ഒരു സമയത്ത് കണ്ടെടുത്താൻ പറ്റിയത്. അപ്പൊ അത് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അവൾ അമ്മയായപ്പോ സംഭവിച്ചൊരു കാര്യമാണ്. അത്രയ്ക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ നമ്മുടെ കൂടെ ഈ ഒരു ഫ്ലോറിൽ കിട്ടിയതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി ഈ ടാസ്ക് കണ്ടപ്പോൾ. ഒരു മകൾക്ക് ചെയ്യാൻ പറ്റിയ ശരിക്കും നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന രീതിയാണ്. കാരണം ഒരുപക്ഷെ ആൻറ്റി കാറിൽ വന്ന് ഇറങ്ങി നേരിട്ട് കാണുകയാണെങ്കിൽ ഇത്രയും എഫക്റ്റ് ശരിക്കും ഉണ്ടാവില്ല. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അമ്മച്ചി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആൻറ്റി വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ ശരിക്കും കണ്ടു. വളരെ നന്നായിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പപ്പ പോലും കരഞ്ഞു പോയത്. കരയിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിൽ അമ്മച്ചിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ ഒരു സ്ത്രീ ആയതിലും ഒരു അമ്മയായതിലും ഒക്കെ ഭയങ്കര അഭിമാനം തോന്നി. ആൻറ്റി പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു അമ്മയുടെ ഒരു ചെറിയ സ്വാർത്ഥത. എൻ്റെ 2 പെൺമക്കളെയും എപ്പോഴും എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടി ദുബൈക്കാരന് കല്യാണം കഴിച്ചു കൊടുത്ത കാര്യം, അത് എന്താ പറയുക, അതൊരു അമ്മയുടെ ഒരു മക്കള് എന്നും ചിറകിൻ്റെ കീഴിലുണ്ടാവണം എന്നുള്ള ഒരു ഏറ്റവും ഭംഗിയുള്ള ഒരു സ്വാർത്ഥത അമ്മയുടെ. അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോളി ആൻറ്റി റോക്സ്, അതാണ് ഓർമ്മ വന്നത്. അമ്മ അനുഭവിച്ച ആ രാത്രി, അത് ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലിങ്ങനെ കാണുമ്പോൾ ഒരു അമ്മ എന്നുള്ളത് എത്രമാത്രം സോഫ്റ്റാണോ അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് അവിടെ ആ പവർ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അത് ശരിക്കും നമുക്ക് ശരിക്കും സല്യൂട്ട് ചെയ്യുന്ന വേണം ആ ഒരു കാര്യത്തിന്. സോ അവരുടെ കമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ബബിത പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ബബിത അതിൻ്റെ ഒരു നല്ല വശം പറഞ്ഞു, അമ്മയുടെ ഒരു സ്വാർത്ഥതയാണ്. പക്ഷേ അത് നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും അമ്മമാർ പറയേണ്ടത് മക്കൾ എപ്പോഴും അവരുടെ ഭർത്താക്കന്മാർ എവിടെയാണോ അവിടെ അവരുടെ ഒപ്പം വേണം അവർ താമസിക്കാൻ എന്നല്ലേ. അപ്പം അത് എനിക്ക് അത്ര തോന്നിയില്ല. പ്രൊഫൈൽ കണ്ടപ്പം ആ ഒരു സംഭവം കുറച്ചൊരു നെഗറ്റീവായി തോന്നി. ആ പോയിന്റ് അതിൻ്റെ മുകളിൽ തന്നെ അത് ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടെ വേണ്ടി പറയുന്ന ഇന്നുണ്ടാവുന്ന പല റിലേഷൻ ബ്രേക്കപ്സിലും ഇതൊരു ഫാക്ടർ ആവാറുണ്ട്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ആ പോയിന്റ് അതിൻ്റെ മുകളിൽ തന്നെ അത് ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടെ വേണ്ടി പറയുന്ന ഇന്നുണ്ടാവുന്ന പല റിലേഷൻ ബ്രേക്കപ്സിലും ഇതൊരു ഫാക്ടർ ആവാറുണ്ട്. അതായത് സ്വന്തം കുട്ടികളെ ഭർത്താക്കന്മാർക്ക് പോലും വിട്ടുകൊടുക്കാത്ത ഒരു അവസ്ഥ. എൻ്റെ കുട്ടി എന്നെ നോക്കാൻ വേറെ ആരാ ഉള്ളത്, എന്നെ നോക്കാൻ ആ കുട്ടി തന്നെ വേണം, അവൻ്റെ കൂടെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ആ ഒരു രീതിക്ക് വരുമ്പോഴത്തേക്ക് ആ പൊസസീവ്നെസ് വലുതായിട്ട് ഹസ്ബൻഡിന് പോലും പോവാതെ പല റിലേഷൻഷിപ്സും ഇന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം അത് ഈ അമ്മ മാത്രമല്ല ഒരുപാട് അമ്മമാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ അമ്മ നല്ല രീതിക്ക് വേറെ ഒന്നും നെഗറ്റീവ് സൈഡല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ ഒരു ബാഡ് മെസ്സേജ് എത്തരുത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. അതുകൊണ്ടാണ് ആ ഒരു ബാഡ് മെസ്സേജ് എത്താതിരിക്കാൻ അതിൻ്റെ നെഗറ്റീവ് വശം കൂടെ നമ്മളിത് ചൂണ്ടിക്കാട്ടുന്നത്. സോ നമുക്ക് സനത്തിന്റെ മാർക്സിലേക്ക് പോവാം. പക്ഷെ അതിന് മുൻപ് സനം അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടി കരുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്കും മോളിയാനിക്കും കുറച്ച് സമയം നമ്മൾ വിശ്രമം തരാം. സനത്തിന്റെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത് ഒരു എഴുത്തോടു കൂടിയാണ്. ഇത് സനത്തിന് അമ്മയോട് പറയാനുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, സനത്തിന്റെ മനസ്സിലുള്ളത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സനം അതൊരു എഴുത്താക്കി അമ്മയ്ക്ക് വേണ്ടി വായിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം അമ്മച്ചിക്ക്, അമ്മച്ചിയോട് പറയാത്തതായിട്ട് ഒന്നുമില്ല എൻ്റെ ലൈഫിൽ. എന്നാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മച്ചി അത് മറന്നിട്ടുണ്ടാവും. അന്ന് ബബ്ലുവിന് എക്സാം ഉള്ള സമയത്ത് പഠിക്കാത്തതിന് അമ്മച്ചി ബബ്ലുവിനെ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു, എന്തിനാ കുട്ടീനെ ചീത്ത പറഞ്ഞത് എന്ന്. അന്ന് അമ്മച്ചി ഒരു ചമ്മിയ ചിരിയോടെ ഒന്നും മിണ്ടാതെ മാറി നിന്നു. അതെൻ്റെ വലിയൊരു തെറ്റാന്ന് പിന്നീട് എനിക്കത് ആലോചിച്ചപ്പോൾ മനസ്സിലായി. അത് മനസ്സിൽ ഞാൻ കുറേ വട്ടം മാപ്പ് ചോദിച്ചിട്ടുള്ളതാണ് അമ്മച്ചിനോട്. എന്നാലും ഞാനിവിടെ നേരിട്ട് ചോദിക്കാം, സോറി അമ്മച്ചി. അമ്മച്ചിയുടെ ഉണ്ണി ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ അമ്മച്ചി മോളെ ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാൻ അമ്മച്ചീനെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്തിനാ ബബ്ലുവിനെ ചീത്ത പറഞ്ഞതെന്ന് ചോദിച്ചു. അതെൻ്റെ മോളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ച്, എൻ്റെ അമ്മച്ചീനെ ഞാൻ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അമ്മച്ചി ഒന്നൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു ചമ്മിയിട്ട് ഇങ്ങനെ മാറി നിന്നു. എന്താ ഇനി പറയാ മോളുടെ മുമ്പിൽ വെച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചത്, അതുപോലൊരു അമ്മയാണ് ഞാനങ്ങനെ തിരിച്ചു പറയാൻ ഒരിക്കലും പാടില്ലായിരുന്നു. അത് എനിക്ക് അമ്മച്ചിനോട് തുറന്നു പറയാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാനത് ചെയ്ത് തെറ്റാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിങ്ങനൊരു സമയത്ത് എനിക്കത് പറയാൻ പറ്റി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് എല്ലാവർക്കും ഉള്ളൊരു പാഠം കൂടിയാണ്. ബിക്കോസ് നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ കുറേ പൊസസീവ് ആവും. നമ്മളെ എങ്ങനെ വളർത്തി എന്നുള്ളത് നമ്മൾ മറന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരോട് പലപ്പോഴും ആർഗ്യൂ ചെയ്യും. സന ഇപ്പം മാപ്പൊക്കെ പറഞ്ഞു, പക്ഷെ ആ സംഭവം അമ്മച്ചി ഓർക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ഓർക്കണില്ല. കാരണം എൻ്റെ കുട്ടി ചെയ്ത് എനിക്ക് വലിയ വിഷമമായിട്ട് തോന്നിയിട്ടില്ല. അവരെന്ത് ചെയ്താലും നമ്മളത് ക്ഷമിക്കാനൊക്കെ പഠിച്ചവരല്ലേ, അപ്പം നമുക്കത് വിഷമമില്ല. അപ്പോൾ അവിടെയും എഗെയിൻ വീണ്ടും ഒരു പാഠമുള്ളത്, മക്കൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും
അത് അച്ഛനമ്മമാര് മറന്നു കളയും, അല്ലെങ്കിൽ അവരത് ഓർക്കാൻ കൂടി ഇഷ്ടമുണ്ടാവില്ല, അത് അവർ സ്പോട്ടിൽ കളയും. പക്ഷെ ലോകത്ത് വേറെ ആരും അത് ചെയ്യില്ല. വേറെ ആരും നമ്മൾ ചെയ്തത് ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് പുറത്തു തരില്ല. സനം, കണ്ണുനീരിൽ കുതിർന്ന എന്താ പറയുക, 100 അല്ല 1000 തവണ കാല് പിടിച്ച് മാപ്പ് പറയാൻ അത്രയും ശക്തിയുള്ളൊരു കത്ത്. അതാണ് കരഞ്ഞുകൊണ്ട് സനം അമ്മയ്ക്ക് വായിച്ച് കേൾപ്പിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ നോക്കി വായിക്കായിരുന്നില്ല സനം, അതിലെ എല്ലാ വരികളും സനത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഏറ്റു പറയായിരുന്നു അമ്മയോട്. അമ്മ അതൊന്നും ഓർത്തില്ല, പക്ഷേ ഇവിടെ വെച്ചിട്ട് സനത്തിൻ്റെ മനസ്സിനുണ്ടായ ഒരു സന്തോഷം, അതാണ് ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഈ അമ്മയ്ക്കും മകൾക്കും 7 മാർക്ക്. സനത്തിൻ്റെ എഫേർട്ട്, മോളിയാൻറ്റീനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളതും നമ്മളെ കാണിക്കാനുള്ള എഫേർട്ടിനും ഈ അമ്മോട് ഒരു മാപ്പ് പറയുന്ന ആ ഒരു ലെറ്ററിലൂടെ അതിനു വേണ്ടിയിട്ട് 8. സനം 10ൽ 7. അപ്പോൾ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 10ൽ 8 മാർക്ക്. സനം 7 on 10. നമ്മുടെ ജഡ്ജിങ് പാനല് സനത്തിന്റെ ഈ ഒരു അമ്മ മനസ്സെന്ന റൗണ്ടിന് സനത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക് 37 ആണ് on 50. ഇതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ചേഞ്ച്? നേരത്തെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത്, ഇപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടെ ആണല്ലോ നോക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ ഒരു ബാഡ് മെസ്സേജ്, ഐ മീൻ ബാഡ് ഇൻ ദ സെൻസ് പ്രേക്ഷകരിലേക്ക് അത് എത്തരുത്. കാരണം നമ്മുടെ ചെറിയനടിയിൽ മാത്രം പിള്ളേരിരുന്നാൽ പോരാ. ഇപ്പം ആൻറ്റിക്കായാലും അങ്കിളിനെ പിരിഞ്ഞൊരു ദിവസം ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല ഈ പ്രായത്തിൽ, അല്ലേ ആൻറ്റി? അപ്പോൾ അത് ആർക്കും പറ്റില്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് 1 മാർക്ക് ഓർക്കും. 1 മാർക്ക് ശ്രീകുട്ടി കുറച്ചിരിക്കുകയാണ്. സോ നമ്മുടെ ജഡ്ജിങ് ടീം കൊടുത്തിരുന്ന മാർക്ക് 37 ആണ് on 50. അതിൽ നിന്ന് 1 മാർക്ക് അസസ്മെന്റ് നടത്തിയ ടീം റെഡ്യൂസ് ചെയ്തിട്ട് സനത്തിന് ഈ ഒരു അമ്മ മനസ്സെന്ന റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 36 ആണ് on 50. ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അല്ലെങ്കിൽ എല്ലാ മക്കൾക്കുമുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് പാസ് ചെയ്യാനുള്ളത്. കാരണം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതിനകത്ത് ഇനി എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ വന്നാൽ പോലും ഇതുപോലെ തുറന്നു പറയാനുള്ള മനസ്സ് അല്ലെങ്കിൽ മാപ്പ് പറയാനുള്ള മനസ്സുള്ള മക്കളെയാണ് ഇന്നത്തെ ജനറേഷന് നമുക്ക് ആവശ്യം. ഒരിക്കലും നമ്മൾ ഈഗോ കാണിക്കേണ്ടത് നമ്മുടെ പേരൻസിനോടല്ല. അപ്പോൾ അത് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ. മനസ്സ് തൊടുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും വരെ ഇറ്റ്സ് എ ബൈ ഫ്രം us.